2 ദിവസങ്ങളിലായി നീണ്ടുവന്ന നെടുങ്കണ്ടം ഈസ്റ്റ് ലോക്കൽ സമ്മേളനം സമാപിച്ചു. പ്രതിനിധി സമ്മേളനം, ചുവപ്പ് സേന പരേഡ്, പൊതുസമ്മേളനം എന്നിവയോടെയായിരുന്നു പരിപാടികൾ. Baby Hub. We are always here to improve your kids' childhood. Be a good parent for next era. Baby Hub, the complete baby store. Court Junction, Nedungandam. നെടുങ്കണ്ടത്ത് 2 ദിവസങ്ങളായി നടന്നു വന്ന നെടുങ്കണ്ടം ഈസ്റ്റ് ലോക്കൽ സമ്മേളനം സമാപിച്ചു. കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റിന്റെ 24ാമത് പാർട്ടി കോൺഗ്രസ് 2025 ഏപ്രിൽ 4 മുതൽ 8 വരെയുള്ള തീയതികളിൽ തമിഴ്നാട്ടിലെ മധുരയിൽ വെച്ച് നടക്കുകയാണ്. അതിനു മുന്നോടിയായാണ് രാജ്യത്താകമാനമുള്ള പാർട്ടിയുടെ വിവിധ ഘടകങ്ങളുടെ സമ്മേളനങ്ങൾ നടന്നു വരുന്നത്. നെടുങ്കണ്ടം ഈസ്റ്റ് ലോക്കൽ സമ്മേളനത്തിന്റെ ഭാഗമായുള്ള പ്രതിനിധി സമ്മേളനം നെടുങ്കണ്ടം സർവീസ് സഹകരണ ബാങ്ക് ഹാളിൽ CPIM ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം R. തിലകൻ ഉദ്ഘാടനം ചെയ്തു. രാഷ്ട്രീയത്തിന്റെയും പ്രത്യയശാസ്ത്രത്തിന്റെയും ശരിയായ തലങ്ങൾ എന്ത് എന്ന് നമ്മൾ ബോധ്യപ്പെടുന്നിടത്താണ്, അഥവാ ഇന്ന് നമ്മൾ നേരിടുന്നു എന്ന് ഞാൻ സൂചിപ്പിച്ച പ്രതിസന്ധികളുടെയും വിഷമതകളുടെയും കാരണം CPIM മുന്നോട്ട് വയ്ക്കുന്ന പ്രത്യയശാസ്ത്രത്തെയും രാഷ്ട്രീയത്തെയും സംഘടനാപരമായ കാര്യങ്ങളെയും സംബന്ധിച്ച് ശരിയായ തരത്തിൽ ബോധ്യപ്പെടേണ്ട ഞാനും നിങ്ങളും അത് ശരിയായ തരത്തിൽ ബോധ്യപ്പെടാതിരിക്കുമ്പോഴാണ് നമ്മുടെ മനസ്സുകളിലേക്ക്, നമ്മുടെ ഇടയിലേക്ക് കടുത്ത രൂപത്തിൽ തെറ്റായിട്ടുള്ള കാര്യങ്ങൾ മാധ്യമങ്ങൾ ഉയർത്തിക്കൊണ്ടുവരുന്നത്. PN വിജയൻ, TM ജോൺ, AM ശശിധരൻ, TV ശശി, വിജയകുമാരി S. ബാബു, സോജൻ ജോസ് തുടങ്ങി ജില്ലാ ഏരിയ നേതാക്കൾ യോഗത്തിൽ പങ്കെടുത്തു. തുടർന്ന് നടന്ന തെരഞ്ഞെടുപ്പിൽ തമ്പി സുകുമാരനെ ലോക്കൽ സെക്രട്ടറിയായി തെരഞ്ഞെടുത്തുകൊണ്ട് 17 അംഗ കമ്മിറ്റിയെയും തെരഞ്ഞെടുത്തു. സമാപന ദിനത്തിൽ വൈകുന്നേരം 100 കണക്കിന് പ്രവർത്തകരുടെ അകമ്പടിയോടുകൂടി നെടുങ്കണ്ടം കിഴക്കേക്കവലയിൽ നിന്നും ചുവപ്പ് സേന മാർച്ച് നടന്നു. മാർച്ച് പടിഞ്ഞാറേക്കവലയിലെ വികസന സമിതി സ്റ്റേജിൽ സമാപിച്ചപ്പോൾ പൊതുസമ്മേളനം CPIM സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം KK ജയചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. തെരഞ്ഞെടുപ്പിൽ, അതായത് 2024 തെരഞ്ഞെടുപ്പിൽ 400-ലധികം സീറ്റ് കിട്ടും. അങ്ങനെ ഞങ്ങൾ ഇന്ത്യൻ ഭരണഘടന തന്നെ മാറ്റി എഴുതും. അവിടെയാണ് ഇന്നത്തെ നമ്മുടെ ഇന്ത്യൻ ഭരണഘടന മാറ്റി എഴുതി ചാതുർവർണ്ണത്തിൽ അധിഷ്ഠിതമായ മറ്റൊരു ഭരണഘടന നമ്മുടെ രാജ്യത്ത് സ്ഥാപിക്കാൻ പോവുകയാണ്. അതിന് നിങ്ങൾ ഞങ്ങൾക്ക് വോട്ട് ചെയ്യണമെന്നാണ് നരേന്ദ്രമോദിയും BJPയെ അനുകൂലിക്കുന്നവരും നമ്മുടെ രാജ്യത്ത് വൻതോതിൽ പ്രചരിപ്പിച്ചുകൊണ്ടിരുന്നത്. അത് വെച്ചുകൊണ്ട് ഇന്ത്യൻ പാർട്ടിയുടെ 23ാം പാർട്ടി കോൺഗ്രസ് പറഞ്ഞു, ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടി മാർക്സിസ്റ്റിന്റെ അടിയന്തിരമായ കടമയെന്ന് പറയുന്നത് BJPയുടെ ഭരണ കുത്തക അവസാനിപ്പിച്ച് ഒരു മതനിരപേക്ഷ ഗവൺമെന്റിനെ ഇന്ത്യയുടെ ഭരണാധികാരത്തിൽ കൊണ്ടുവരിക എന്നുള്ളതാണ്. അതിന് പാർട്ടിയുടെ രാഷ്ട്രീയ സ്വാധീനം പാർലമെന്റിലും പ്രതിഫലിപ്പിക്കാൻ കഴിയുന്ന തരത്തിൽ പാർട്ടിയുടെ സ്വാധീനം വർദ്ധിക്കണം. മൂന്നാമത് പറഞ്ഞത്, നാനാതരത്തിലുള്ള വികസന പ്രശ്നങ്ങളുണ്ട്. തൊഴിൽ ലഭിക്കാത്ത ചെറുപ്പക്കാരുണ്ട്, അടിച്ചമർത്തപ്പെടുന്ന കൃഷിക്കാരുണ്ട്. അങ്ങനെ രാജ്യത്തെ വിവിധ വിഭാഗം ജനങ്ങൾ അവരുടെ ശക്തമായ വർഗസമരം അഴിച്ചുവിടണം. ഈ 3 കാര്യങ്ങൾക്ക് പാർട്ടി നേതൃത്വം കൊടുക്കണമെന്നാണ് 23ാം പാർട്ടി കോൺഗ്രസ് തീരുമാനിച്ചത്. നേതാക്കളായ PS രാജൻ, PN വിജയൻ, NK ഗോപിനാഥൻ, TM ജോൺ, രമേശ് കൃഷ്ണൻ, VC അനിൽ, KM ശശിധരൻ, TV ശശി, MA സിറാജുദ്ദീൻ, തമ്പി സുകുമാരൻ, സോജൻ ജോസ്, വിജയകുമാരി S. ബാബു, ലോക്കൽ കമ്മിറ്റി അംഗങ്ങൾ, ബ്രാഞ്ച് സെക്രട്ടറിമാരടക്കം 100 കണക്കിന് പാർട്ടി പ്രവർത്തകർ പങ്കെടുത്തു. സമ്മേളനാനന്തരം വിവിധ കലാപരിപാടികളും വോയിസ് ഓഫ് ഇടുക്കിയുടെ ഗാനമേളയും നടന്നു. ന്യൂസ് ഡെസ്ക്, AM ന്യൂസ് നെറ്റ്വർക്ക്, നെടുങ്കണ്ടം. ഹൈറേഞ്ചിന്റെ വാണിജ്യ തലസ്ഥാനത്ത് പാരമ്പര്യത്തിന്റെയും വിശ്വസ്തതയുടെയും പകരം വയ്ക്കാനാകാത്ത പരിശുദ്ധിയുമായി ഹിമ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, സെൻട്രൽ ജംഗ്ഷൻ, നെടുങ്കണ്ടം.
ആന്റിക്, ചെട്ടിനാട്, ടർക്കിഷ്, സിംഗപ്പൂർ, കൽക്കത്ത, രാജ്കോട്ട് തുടങ്ങിയ മോഡലുകളുടെ ന്യൂജൻ ട്രെൻഡിനൊപ്പം ഹിമ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് സെൻട്രൽ ജംഗ്ഷൻ നെടുങ്കണ്ടം. ഡയമണ്ട് ആഭരണങ്ങൾക്ക് കേവലം 3000 രൂപ മുതൽ, തിരികെ നൽകുമ്പോൾ 95% ബൈബാക്ക്. നിങ്ങളുടെ നിക്ഷേപങ്ങൾ സ്വർണമാക്കി മാറ്റുവാൻ ഹിമ സ്വർണനിധി. തവണകളായി പണമടച്ച് സ്വർണം പണിക്കൂലിയില്ലാതെ സ്വന്തമാക്കാം. ഹിമ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് സെൻട്രൽ ജംഗ്ഷൻ നെടുങ്കണ്ടം.